ഇല്ല. ചായയും ചോറും തരും. 3 നേരത്തെ ചായയും ചോറും തരും. അതെ, എന്നെ പോലെ തന്നെ. അതൊക്കെ എന്റെ അതേ സ്വഭാവം കിട്ടിയെന്നു. കുഞ്ഞാവത് അവിടെ രാവിലെ തന്നെ ഡാൻസും പാട്ടും തുടങ്ങി അല്ലേ കുഞ്ഞാവേ? പുള്ളിമാനെ കളിക്കുക. കളിച്ചോളൂ. ഓ അമ്മേ ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെമ്പാവരി പുട്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ഫുഡ് മാത്രമാകുമ്പോ എല്ലാവർക്കും ഒരു മടുപ്പാവില്ലേ? അപ്പൊ ഒന്നും മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ടാണ്. അവിടെ പുട്ടിന് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പിച്ചൊക്കെ റെഡിയാക്കാം. നാളികേരം ചിറകാനൊക്കെ. അമ്മ വെള്ളത്തിലല്ലേ ഉപ്പിടുക? വെള്ളത്തില് നമ്മ ഇടാ പൊടിയില്. വെള്ളത്തിൽ ഉപ്പിട്ട ഈ വെള്ളം ഫുള്ള് വേണ്ടെങ്കിൽ എന്താ ചെയ്യാ? അതിനനുസരിച്ച് വെള്ളം എടുക്കുള്ളൂ. അഥവാ ബാക്കി വന്നെങ്കിൽ അത് കളയും. അല്ല, വെള്ളം കളയുന്നല്ല, വെള്ളം നോക്കിട്ട് ചെയ്യുള്ളൂ. നമ്മൾ അരപ്പാക്കട്ടല്ലേ എടുത്ത്. എന്റെ പുതിയ നെയിൽ പോളിഷ് കാണാണ്ടോ? കുറവാണല്ലേ. അമ്മ പുട്ട് നമ്മളതിൽ വെച്ചു കിട്ടോ. അപ്പോഴേക്കും ഇവിടെ തങ്കമാൾമ വന്നു. അപ്പൊ അങ്ങനെ വർത്താനം പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ വേഗം ഇവിടെ വെച്ചു ഞാന്. അമ്മൂനപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ പുട്ടായിട്ട് കാണിക്കാം. അല്ല, ജസ്റ്റ് ഒന്ന് തുറന്നാലും മതി. ഓ, അതുകൊണ്ട് ഓർക്കണ്ട അമ്മേ. ആ കത്തി നാശാവോ അമ്മേ? നമ്മുടെ ചെമ്പാവരി പുട്ട് നാളികേരം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതാ. ഇനി കൂട്ടാനും കൂടെ റെഡി ആയി കഴിഞ്ഞു അല്ലേ? കൂട്ടാനെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാന്. അമ്മ അരച്ച് വെച്ചൂലോ. സവാളയും തക്കാളിയും നമുക്കെന്നാ മിക്സ് ചെയ്ത് റെഡിയാക്കാം. കടല ഇവിടെ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല ഇവിടെ കാപ്പിയാണെന്ന് പാലൊഴിച്ച കാപ്പിയല്ല. രണ്ടാളും ഒരുമിച്ച് പറയായി പോയി. ഓ, അതോ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞത് കടല ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ പറയൂ. ഒന്ന് പാലൊഴിച്ച കാപ്പിയല്ല, ഒന്ന് കട്ടൻ കാപ്പിയാണ്. അതെ, എപ്പോഴും നമ്മള് പാലൊഴിച്ചത് പറയുമ്പോ നമുക്കൊരു ഇതല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കട്ടൻ. കട്ടന് വേറെ ടേസ്റ്റ് അല്ല. കട്ടൻ കുട്ടൻ കുടിച്ചു. അല്ല, കുട്ടൻ കട്ടൻ കട്ടൻ കുടിച്ചു. അതെ. അച്ഛനെ കാണാനില്ലേ അവിടെ? അപ്പൊ എന്താ പണി നോക്കാം. പെയിന്റ് പണിയായിരിക്കും. ഒരു സംശയമുണ്ട്. അതെ അതെ അതെ, അച്ഛൻ പെയിന്റ് അടിക്കുകയാണ്. ആ നോട്ടം കണ്ടാലറിയാം പെയിന്റിങ് പണിയിലാണ്. അച്ഛൻ്റെ ഇടനേരത്തെ വിനോദമാണ് പെയിന്റിങ്. ഹോബിയാണ്, മെയിൻ ഹോബി. പൈസയോ? 1000 റുപ്യ. സാധാരണ പെയിന്റുകാർക്ക് എത്ര പൈസ? 1500 ഒന്നുമില്ല, 800 റുപ്യ. നോക്കിയാലേ പെയിന്റിന് തന്നെ 350 റുപ്യ ഉള്ളൂ. എന്താ 1500 റുപ്യ? ഇതവിടെ നീ രണ്ടാമത്തെ കോട്ട അടിക്കണം. ഇവിടെ ഫസ്റ്റ് കോട്ട ആയിട്ടേ ഉള്ളൂ. കൂലിയൊന്നും ഇല്ല, ചായയും ചോറും തരും. 3 നേരത്തെ ചായയും ചോറും തരും. സാധാരണ പണിക്കാർക്ക് അങ്ങനല്ലേ പണ്ട് കൊടുക്കല്, ചായയും ചോറും. പിന്നെ സന്തോഷത്തിന് വേണ്ടി ഒരു 100 റുപ്യയും ചുരുട്ടി കയ്യിൽ കൊടുക്കുക. അതെ, എന്നെ പോലെ തന്നെ. അതൊക്കെ എന്റെ അതേ സ്വഭാവം കിട്ടിയെന്നു. നമ്മക്ക് ലിക്കില്ല. ഇന്റെ അതേ സ്വഭാവം കിട്ടിയണതേ.
കുറച്ച് കഴിയുമ്പോ ഒരു മടുപ്പാവും, കൈ കടയും. നല്ല ക്ഷമ വേണേ. പെയിന്റിങ് ഒരു കലയാണ്. അതെ. നമ്മളവിടെ പച്ചനല്ലേ ഇതിന് മുമ്പ് ജനലിനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഒന്നും അച്ഛൻ കൂലി കഴിച്ചിട്ടില്ല, ഇപ്പൊ കൂലി കഴിക്കാൻ തുടങ്ങി. അന്നത്തെ പോലെ വിചാരിച്ചാ മതി. കൊറച്ചിടത്തേക്ക് ഒന്ന് കണ്ണടക്കിയ അത് വേണ്ട. പെയിന്റിങ് തീർന്നവരെ, രാവിലെ തുടങ്ങി വൈകുന്നേരം തീർന്നവരെ ഒന്ന് കൂലി ചോദിക്കുമ്പോ ഒന്ന് കണ്ണടക്കിയ. അമ്മയും ഈ പൂവും സെയിം. അതെ, പച്ചയും വെള്ളയും അല്ലേ? ശരി കേട്ടോ, ഞാൻ അമ്മ പറഞ്ഞപ്പോഴാ ശ്രദ്ധിച്ചു. പച്ചയും വെള്ളയും. ടൈം എപ്പോഴാണ് ചായയുടെ ടൈം? എനിക്കെന്തോ അമ്മ തടവി തന്നോണ്ടാവുന്നുണ്ട്, നിന്റെ മാറി കുഴിഞ്ഞോണ്ട്. അല്ല അതല്ല പറഞ്ഞ, വെച്ചിടിച്ചതാ പറഞ്ഞു. ആ അതില്ലേ, എന്നാലും കളർ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ വിരല് കണ്ടോ ചോര കല്ലിച്ച്. അതെ അതെ. കൊണ്ടാട്ടെടുക്കാൻ പോയതാ ഞാന്. അപ്പോഴാണ് മുത്തശ്ശിയുടെ അവിടെ പോയിട്ട് എടുത്തിട്ട് വരുന്ന വഴി ടൈലിന് വെച്ചോണ്ട് കുത്തി. എന്നിട്ട് 2-3 ചേച്ചിമാര് കമന്റിൽ എന്താ കാലിന് പറ്റിയെന്ന്. അപ്പൊ ചെറിയ രീതിയിൽ 2 വിരലുകൾക്ക് ഒരു ചെറിയൊരു ചതവ് വന്നു. ചെറുതൊന്നല്ലായിരുന്നു കേട്ടോ. അതെ, അല്ല പറയാ ഞാന്. അമ്മ പിന്നെ ആയിട്ടുള്ളൂ പറയാ. ഒന്നിച്ച് കാലിന് വന്നാൽ നല്ല ബുദ്ധിമുട്ടാ, നമുക്ക് തീരെ നടക്കാൻ പറ്റില്ലേ. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചാലേ മാറും. അപ്പൊ ഞാൻ എന്റെ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഒഴിഞ്ഞു, തൈലിട്ടിട്ട് കുറവില്ല. അത് കഴിഞ്ഞ ഇനി നാളെ പോവാ എന്നുവെച്ചാൽ മടിച്ച് രാത്രി ഒരു 7 മണി വരെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഭയങ്കര വേദന. എന്നിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്. ഡോക്ടർ എന്താന്ന് വെച്ചാ ഇറങ്ങുമായിരുന്നു, എല്ലാരെയും പരിശോധിച്ച് കഴിഞ്ഞു. അപ്പൊ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ ഡോക്ടറെയാണല്ലോ അധികം കാണാറ്, നമ്മളിവിടെ അടുത്ത് തന്നെ അങ്ങാടിപ്പുറത്ത് അമ്മൂസ് ക്ലിനിക്കില്. അപ്പൊ അങ്ങനെ പോയപ്പോ ഡോക്ടർ പറഞ്ഞു എന്നാ വേഗം വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എന്തോ ഭാഗ്യം വേദനയുടെ ഗുളികയും ഇതൊക്കെ കഴിച്ചുകൊണ്ട് കുറെ 2 ദിവസത്തിന്റെ ഉള്ളിൽ മാറ്റം വന്നു. എന്നാലും ചില സമയത്ത് ഒരു വേദന ഉണ്ട്, ഇനി കുറച്ച് ദിവസം പിടിക്കും മാറാന്. അത് ടൈലിന് വെച്ച് ഇടിച്ചതല്ലേ? ടൈലിന് വെച്ച് എല്ലാരും ശ്രദ്ധിക്കണം. ഞാൻ അതിന്റെ മുന്നേന്നായിപ്പോയി. ഫ്രിഡ്ജിന്ന് വെള്ളം പോയ നമുക്ക് കണ്ടില്ല, ടൈലില് വെള്ളം പോയപ്പോ അങ്ങനെ ചെന്ന് ഇടിച്ചു. അതെ, അതമ്മ ഫ്രിഡ്ജിന് തന്നെ അറ്റാ തോന്നുന്നു അല്ലേ? ഫ്രിഡ്ജിന്റെ അറ്റം, ടൈലിന്റെ അറ്റം. അയ്യോ നടക്കാൻ വൈകില്ലായിരുന്നു. അതെ, അപ്പോഴും ഈ ഡോക്ടറെ കാണിച്ചത് നല്ല ഡോക്ടറാണ് കേട്ടോ. എനിക്ക് മുട്ടുവേദന കുറെ മുമ്പ് വന്നപ്പോഴൊക്കെ ഈ ഡോക്ടറെ കാണിച്ചു. നല്ല വ്യത്യാസമാണ് ഡോക്ടറെ കാണിച്ച. അപ്പൊ നമുക്കൊരു വിശ്വാസമാണല്ലോ ഓരോരുത്തരെ കഴിഞ്ഞാൽ മാറും എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഡോക്ടർ വെച്ചേ എന്താ ഇത്രക്ക് വൈകി, എന്താ രാത്രി 4-4:30 ഉണ്ടായ സംഭവം പറഞ്ഞു ഞാൻ വൈകുന്നേരം. എന്തിനാ ഇത്രക്ക് വൈകിയത് വരാൻ? വേദന നല്ല വന്നപ്പോ വന്നതാവൂലേ? അങ്ങനെ നീരൊക്കെ വന്നിരുന്നേ. എന്തായാലും വേഗം മാറി. ബാൻഡേഡ് ഒക്കെ ഉണ്ടായിരുന്നു. 2 പേരും ചുറ്റിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം നടക്കാൻ നല്ല പണിയായിരുന്നു. ഞാനും ആള് അമ്മേന്റെ വലം കൈയും ഇടം കൈയിൽ നിന്ന് മേലേക്ക് കൊണ്ടുപോണു, ഇറക്കുന്നു. പിന്നെ സ്കൂട്ടിയിലാണ് കുട്ടുകൊണ്ടത്, ഇറങ്ങാൻ പറ്റണ്ടേ? അങ്ങനെ പിടിച്ചിട്ട് നടന്നിരുന്നു. കാല് ഈ വിരലാവുമ്പോ 2 വിരലാവുമ്പോ അടിയിലേക്ക് നീരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ അന്നപ്പോ രാത്രി എന്തോ പൂജക്ക് പോയോണ്ട് കാർ എടുത്തിട്ടാ പോയ, അതുകൊണ്ടാ കാറില്ലാതിരുന്നെ. അതുകൊണ്ട് സ്കൂട്ടിയിൽ പോണ്ടി വന്നു. എന്താ ഡോക്ടർ പിറ്റേത്തെ ദിവസം ചെലപ്പോ ഉണ്ടാവില്ല എന്നും പറഞ്ഞു. വേഗം ചിലപ്പോ ലീവ് ആവാൻ സാധ്യത ഉണ്ട്, വരികയാണെങ്കിൽ ഇന്നെ വന്നോളൂ പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് മാറി കേട്ടോ. വെച്ചിരുന്നാ പിന്നെ കൂടുകയുള്ളൂ. അങ്ങനെ ഉണ്ടായി. ഇപ്പൊ കുറവുണ്ട്. അമ്മയുടെ കയ്യിലെന്താ കറിവേപ്പില കൂട്ടാനിടാനാ? നമുക്ക് കൂട്ടാൻ റെഡിയാക്കാം. വിശപ്പ് പോയോ? സംശയം. സ്റ്റാർ കഴിക്കാൻ വെച്ചാ ന്യൂ ഇയർ കഴിഞ്ഞ അവിടെ സ്റ്റാർ കഴിക്കും. നിങ്ങൾ എങ്ങനെയാ? നമ്മളിതാ തുണിയൊക്കെ തോരട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ. കാരണം ഇവിടെ നല്ല വെയിലടിക്കുകൊണ്ടേ രാവിലെ കുറച്ചു നേരം ഇവിടെ ഇടും. അതെ, കാറ്റുണ്ട് വെയിലും ഉണ്ട്, വേഗം ഉണങ്ങും.
ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ആയതാട്ടോ. പക്ഷെ പണ്ടേ ഞാൻ എത്ര വർഷമായി ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. 10-ലൊക്കെ പഠിക്കുമ്പോഴേ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് കാരണം നമ്മുടെ നാട്ടില് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഓൺലൈനിൽ അത്ര വലിയ റേറ്റ് ആയിട്ട് തോന്നാറില്ല. പിന്നെ നമ്മൾ ചെറിയ പൈസക്ക് കുറെ സാധനങ്ങൾ വാങ്ങണതാണ് കൂടുതൽ ഇഷ്ടം. അതാണ് കുറച്ച് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണങ്ങൾക്ക് അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. കുറച്ച് വില കൂടിയ ഐറ്റംസ് എന്നുള്ള രീതിയിൽ കുറച്ച് നല്ല ഭംഗിയുള്ളത്, വില കൂടിയതെന്നല്ല, കുറച്ച് നല്ല വർക്കൊക്കെ ഉള്ള ടൈപ്പ് ഉള്ളത്. മറ്റേതിപ്പോൾ നമ്മൾ നോർമലി കോളേജിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 1000 രൂപയ്ക്ക് 3-4 കിട്ടിയ അത്രയും നല്ലതാ. ഡെയിലി മാറ്റി മാറ്റി ഇട്ട് പോകും. അതെ അതെ, ഒന്ന് കണ്ടാൽ തന്നെ പിന്നെയും കാണില്ലല്ലോ. നമ്മൾ ഇപ്പോഴായിട്ടല്ല ഓൺലൈനിൽ വാങ്ങാൻ തുടങ്ങി. അതെ, ചിലര് ശരിക്കും ഇപ്പൊ വാങ്ങിച്ചു. നിങ്ങളൊക്കെ ഓൺലൈനിൽ കുറെ വാങ്ങണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കുറെ മുമ്പേ നമ്മളങ്ങനെ. ഇപ്പൊ അങ്ങനെ കുറച്ച് അത്യാവശ്യം അങ്ങനെ വേണ്ട ഡ്രസ്സും കാര്യങ്ങളും കുറച്ച് വാങ്ങണമെന്ന് മാത്രം. പിന്നെ സാധനങ്ങളായാലല്ലേ വീട്ടു സാധനങ്ങളൊക്കെ കിട്ടും. ജിയോ മാർട്ട് എന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അതൊന്നും നമുക്ക് ലിങ്ക് കൊടുക്കുക. അതിലൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ മാത്രമല്ല, ജിയോ മാർട്ടിൽ നമുക്ക് നല്ല നല്ല വില കുറഞ്ഞ 200-300 ഒക്കെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടാറുണ്ട്. ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുതന്നെ. അതെ അതെ, വീട്ടിൽ തന്നെ കൊണ്ടുതരുമല്ലോ. എന്നാ കൂട്ടാണ്ടാക്കാൻ പോയാലോ? വർത്താനം പറഞ്ഞ അങ്ങനെ നമ്മൾ നിന്നുപോയി. കുഞ്ഞാവ് അംഗൻവാടി പോയി അമ്മേ? ആ, ഞാനിതാ ഗായ്സ്, അമ്മയ്ക്ക് ഞാൻ ഈ ഒരു ചട്ടി കൊടുത്തതാ. അപ്പൊ അമ്മ പറഞ്ഞു ഇതിൽ കൊള്ളില്ലെന്ന്. ഇതിൽ നമ്മൾ ഉള്ളി, തക്കാളി, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടില്ല കേട്ടൊന്ന്, അതെല്ലാം കൂടെ വാട്ടിയിട്ടുള്ളതായിരുന്നു. അതാണ് കേട്ടോ മിക്സിയിൽ അരച്ചത്. ഇവിടെ ദാ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം കടലയിൽ ഉപ്പില്ല കേട്ടോ. ഞാൻ ഇട്ടു എന്നുള്ളതൊരു സംശയം. പുട്ടായി ഉണ്ടാവും അമ്മ? ഓഫ് ചെയ്തോളുന്ന. പുട്ട് തുറന്നു. വാവ്, ബ്യൂട്ടിഫുൾ. നിങ്ങൾ ചെമ്പാവരി പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. എന്താ വെള്ളം കുറെ വേണമെന്ന്, കുറെ വെള്ളമായ ടേസ്റ്റ് ഉണ്ടാവും. കോളാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മണ്ടടിക്കുന്ന അപ്പൊ അമ്മ പറഞ്ഞു. ചീത്ത പറയണ്ട, ചീത്ത പറയും കേട്ടോ, ഒരടി കിട്ടും പറഞ്ഞു. ഞാന് മണ്ടടിക്കുന്ന പറഞ്ഞു. മണ്ടടിക്കുന്നൊന്നും ഞാൻ പറയാറില്ല. നീ കുറച്ചതാ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. കുറച്ച് മതിയൊന്നു ഞങ്ങൾ തിളപ്പിക്കാല്ലേ. കടല വേവിച്ചത് ഇതിലിടാം. അമ്മയ്ക്ക് വെള്ളക്കടലയും മറ്റേ കടല ഇഷ്ടം? ഈ കടല ഇഷ്ടം? രണ്ട് കടല ഇഷ്ടം. കടലക്ക് വേറെ ടേസ്റ്റ് ആണ്. മറ്റേ കുഞ്ഞിക്കടല അല്ലേ നമ്മള് സാധാ നിലക്കടലല്ല, സാധാ കടല. കുട്ടിന് നമ്മള് പണ്ടൊക്കെ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാമോ? പണ്ട് ആ കടല മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവില്ലെന്നേ ഉണ്ടാവുള്ളൂ. നമ്മള് വാങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളിപ്പോ വാങ്ങാൻ തുടങ്ങിയിട്ടൊരു കൊറേയായി. ഒരു 7 വർഷമായി. അതൊക്കെ എപ്പോഴും നമ്മള് മറ്റേ കടല വാങ്ങി. മുത്തശ്ശിയുടെ അവിടെ ഒന്നും വാങ്ങലില്ല കേട്ടോ. മുത്തശ്ശിക്ക് ഇത് അത്ര ഇഷ്ടല്ലേ ഈ കടല. നമുക്കത് കേക്ക് ചേർക്കാം. അങ്ങനെ അച്ഛൻ കഴിക്കാൻ വന്നു. അതെ അതെ, അച്ഛൻ തക്കാളി പകുതിയാക്കി വെച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം കൊടുക്കാനുണ്ട്. സാമ്പാർ വെക്കാൻ വേണം. അതുകൊണ്ട് നമ്മള് കുറച്ച് തക്കാളി ഇതിലധികം വന്നു നോക്കിയപ്പോ അപ്പൊ അത് മാറ്റി വെച്ചു. കറി എങ്ങനെ ഉണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? കാണുമ്പോ തന്നെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ഇല്ല ഇല്ല, ഇത് നമ്മള് നോർമൽ കടലക്കറി പോലെ തന്നെയാണ്. വേറെ അല്ലേ? അതെ, അതാണ് വെളുത്തുള്ളി ഇടാത്തത്. എന്നാ മുഴുവൻ കൊട്ടിക്കോളൂ അമ്മേ. ഇതൊക്കെ അമ്മുവിന്റെ പുതിയ ഐറ്റാട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മുഴുവൻ വെച്ചോളൂ. എന്നാ പിന്നെ എന്തായാലും കൊള്ളും, കറക്റ്റ് ആവും. അമ്മയ്ക്ക് പേടി അത് കൊള്ളൂ, അത് ഉണ്ട്. ഇപ്പൊ ആര് പറഞ്ഞതാണ് ശരി പറയും. നമുക്ക് കഴിക്കാം. ഇന്ന് തിളച്ചോട്ടെ അല്ലേ? അതെ, ഉപ്പൊക്കെ കറക്റ്റ് ആവുമായിരിക്കും അല്ലേ? നോക്കട്ടെ ഒന്നും കൂടെ. കറക്റ്റാ? ഇനി കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ഇതിൽ ഇടുകയാണ്. നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചതാട്ടോ.
ആ മതി 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 മതി. അവിടെ ഇതത്തെ സൈഡത്തെ അങ്ങനെ നമ്മളെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അച്ഛൻ ഇവിടെ വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാൻ. അച്ഛൻ എന്തോ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അച്ഛൻ ഇതിന്റെ കൂടെ വെളുത്തുള്ളി കഴിക്കും. എന്നൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക്. ഗ്യാസ് കയറുന്ന സമയത്ത് ഗ്യാസിന് നല്ലതാണല്ലോ. ആ അതെ അതെ. അമ്മേ സമയം 3 മണി. ഊണ് കഴിച്ചിട്ടില്ല. ഊണ് കഴിച്ചിട്ടില്ല, വിശക്കണില്ല. രാവിലെ പുട്ടും കടലായിരുന്നല്ലോ, അപ്പൊ വിശപ്പ് കുറവാ. അതെ, കൊറേ വെള്ളം കുടിക്കാം. അതിപ്പോ ഇതാ നോക്കും, എന്താ വെയില്, നല്ല വെയിലുണ്ട് ഇപ്പഴേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരും വരാം. ബൈ.